ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് മപ്പാസിന്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാപ്പാലെല്ലാം ചേർത്ത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് അപ്പത്തിൻ്റെ എല്ലാം കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ആഗോലി മീൻ വെച്ചിട്ട് ഒരു ഫിഷ് മപ്പാസ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങള്: ആഗോലി മീൻ വേണം, പൊടികളായിട്ട് മഞ്ഞപ്പൊടി വേണം, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഉലുവ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഒരു ചെറുനാരങ്ങയുടെ പകുതി. പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ തേങ്ങ വേണം. തേങ്ങാപ്പാലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോ എങ്ങനെയാ ഫിഷ് മപ്പാസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫിഷ് മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനൊരു ചെറിയൊരു മസാല പിടിപ്പിച്ചെടുക്കണം. അതിനാവശ്യമായിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി. ഞാനിവിടെ ആകെ 3 പീസ് മീനേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിന് കണക്കായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മുളക് പൊടി. ഇതിൽ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ പിന്നെ വേണ്ടുന്ന സാധനം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുരുമുളക് പൊടി. കുരുമുളക് പൊടി വറുത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ച കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഫിഷിന് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ എടുത്തു വെച്ച ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് പിഴിഞ്ഞു വയ്ക്കുക. നമ്മൾ ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഫിഷിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ഫിഷിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാട്ടാ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫിഷ് എടുക്കുക, ഇതിലേക്ക് ഇടുക. ഫിഷിന്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഫിഷിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഫിഷ് മപ്പാസ് വെള്ളയപ്പത്തിന്റെ എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് കേട്ടോ. വെള്ളയപ്പായാലും പൊറോട്ടയായാലും നമുക്ക് ഏത് ഫിഷിലും ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ മസാലാസ് ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടിക്കുന്നതിന്റെ അരമണിക്കൂർ സമയം മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു, നോൺ സ്റ്റിക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാടൻ കറികളെല്ലാം ആവുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. എല്ലാ ഫിഷും ഞാനിവിടെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇത് അടച്ചു വെച്ചിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് 1 സൈഡ് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോകാണ്ട് നോക്കണേ. ഇനി ഈ സൈഡ് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ഫിഷിയുടെ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ എല്ലാ ഫിഷും 3 പീസ് ഫിഷ് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഫിഷ് മപ്പാസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ എണ്ണ തന്നെ മതി. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ
ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇനി സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി അതും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും ചേർക്കാനില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കുറച്ച് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മീൻ പൊരിക്കുന്ന സമയത്ത് നമ്മൾ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. ചെറിയൊരു കളറിന് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ആണ്, കുരുമുളകിന്റെയും പച്ചമുളകിന്റെയും ടേസ്റ്റ് ആണ് ശരിക്കും. തേങ്ങാപ്പാലിൻ്റെ അകത്ത് കുരുമുളകും പച്ചമുളകിന്റെയും ടേസ്റ്റ് ആണ് ഈ മീൻ മപ്പാസിനെ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ പച്ചമണെല്ലാം മാറിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുത്തു വെച്ചതിന് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിപ്പാലായാലും പാക്കറ്റ് പാലായാലും ടിന്ന് പാലായാലും യൂസ് ചെയ്യാം കേട്ടോ, തേങ്ങേന്റെ തന്നെ. അപ്പോ ഇതിനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളക്കട്ടെ കേട്ടോ. കുറച്ച് ഗ്രേവിയെല്ലാം ഈ ഫിഷിന്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഫിഷ് ഷാലോ ഫ്രൈയിലേ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പം ഒന്ന് കുക്കായി വരണം. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മള് ഫിഷ് കയ്യിലിട്ടിട്ട് ഇളക്കണ്ട, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാല് രണ്ടാം പാലെല്ലാം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന്റെ മുകളിലേക്കിട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നാം പാല് എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ? ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിള വന്നപ്പാടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ലാസ്റ്റ് ഒരു ടച്ച് പോലെ കേട്ടോ. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി നനച്ചു കൊടുക്കാം. കുറച്ച് കേട്ടോ, അത്രേ വീണ്ടും. അതൊരു ടേസ്റ്റ് ആണ്. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചാൽ അധികം തിളപ്പിക്കണം എന്നില്ല. നമ്മളെ ഫിഷ് മപ്പാസ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് അപ്പത്തിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പൊറോട്ടന്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് ആണ്. എന്തിന് ചോറിന്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതിന്റെ കൂടെ ആയാലും നല്ല മാച്ച് ആയിട്ടുള്ള നല്ലൊരു ഫിഷ് കറിയാണ് ഇത്. അപ്പൊ എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.